അത്ഭുതകരമായി അതിശയകരമായി പരിപാലിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടാമായിരുന്ന എല്ലാ അനർത്ഥങ്ങളും അപകടങ്ങളും ദോഷങ്ങളും ഭാരങ്ങളും ഒക്കെ വിടുവിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രത്യാശയോടെ തിരുസന്നിധാനത്തിലേക്ക് അടുത്ത് വന്ന് അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ മുഖത്തുപെടുത്തുവാൻ, അങ്ങയെ ആരാധിപ്പാൻ അവിടെ ഞങ്ങൾക്ക് കൃപയും സാവകാശം ഒരുക്കി തന്നതോർത്ത് സ്തോത്രം. പ്രിയ കർത്താവേ, ഇന്ന് പകൽവേളയിലെ വിശുദ്ധ സഭ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. വലിയ ആത്മപകർച്ച ഇന്ന് പകൽവേള ഞങ്ങളുടെ മധ്യം ഉണ്ടാകുകയാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആ ശക്തി ഞങ്ങൾ അനുഭവിച്ചറിവാൻ, ആ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞെങ്കിൽ ആരാധിപ്പാൻ ഈ പ്രഭാതവേളയിലൂടെ ഞങ്ങൾ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്തിയ എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം സഹായിച്ചല്ലോ, താങ്ങിയല്ലോ. കർത്താവേ, ക്ഷേമത്തോടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. വാഹനങ്ങളെ നിയന്ത്രിച്ചതിനായി സ്തോത്രം. അനർത്ഥങ്ങളും അപകടങ്ങളും വിടുവിച്ചതിനായി സ്തോത്രം. കടന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്ര വേഗം കൂട്ടിവരുത്തണമേ. ആരും അലസരായി ഉദാസീനരായി ഭവനങ്ങളായിരിക്കാൻ അനുവദിക്കല്ലേ. കർത്താവേ, ഉത്സാഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധനപ്പെടയാക്കണം. ഒരു മധ്യയെ കൂടിയിരിക്കണമേ. വാഹനങ്ങളെ നിയന്ത്രിക്കണമേ. യാതൊരു പ്രയാസം കൂടാതെ എല്ലാവരും ക്ഷേമത്തോടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിലയേറിയ മേശ ഞങ്ങളുടെ മധ്യമുണ്ടല്ലോ. വളരെ പ്രാഗൽഭ്യത്തോട് ഇതിൽ പങ്കുകാരായി തീരും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി ഈ രാവിലെ സമയം അങ്ങേ ആരാധിക്കുവാനും അവിടുത്തെ മേശയിൽ പങ്കുകാരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യോടൊന്ന് ഭരിച്ച് നിയന്ത്രിക്കണം. സന്നിധാന ബോധത്തോടെ, ഏകാഗ്രതയോടെ, ഭയഭക്തിയോടെ ദിവസലായിരിക്കാൻ ഇടയാക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, 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 സ്തോത്രം. അവിടുത്തെ കൃപകരനായി സ്തോത്രം. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർക്കുന്നു. പരിശുദ്ധാത്മാ നിറവിൽ നിറഞ്ഞ് പാടി ഞങ്ങൾക്ക് അങ്ങേ ചേർന്ന് പാടി ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്യണം. എളിയവനെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥി. ആത്മശക്തിയാൽ നിറച്ചു കൊള്ളണം. ദൈവകൃപയോടെ നിറയ്ക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കൊരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കാമല്ലോ. രാവിലെ സമയം ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നവരാണ് നാം. ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ശബ്ദം ഉയർത്തി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തോടെ ദൈവത്തെ പാടി ആരാധിപ്പാൻ ഇടയാകട്ടെ. ദയം ലഭിച്ചോർന്നാം സ്തുതിച്ചിടുവോ അതിന് യോഗ്യൻ ക്രിസ്തു അത്രേ എന്ന ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനും യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനും യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമാം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമാം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർന്നുകൊണ്ട്. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർന്നുകൊണ്ട്. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമാം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമാം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. പാപത്തിൻ അധീനതയിൽ നീന്തി അടിയാരെ നീ വിടുവിച്ചു. പാപത്തിൻ അധീനതയിൽ നീന്തി അടിയാരെ നീ വിടുവിച്ചു. ആമേൻ. അത്ഭുതമാർന്നൊളിയൽ പ്രിയനോട് രാജ്യത്തിലാക്കിയതാ. അത്ഭുതമാർന്നൊളിയൽ പ്രിയനോട് രാജ്യത്തിൽ
അരുളിയ രക്ഷയിൽ മഹിമയ്ക്ക കിരീടങ്ങൾ താഴെയിട്ടു. ആയവൻ അരുളിയ രക്ഷയിൽ മഹിമയ്ക്ക കിരീടങ്ങൾ താഴെയിട്ടു. ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവമേ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദനാളതിനെ. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദനാളതിനെ. ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. ആമേൻ. യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദനാളതിനെ. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദനാളതിനെ. ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗ
ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ആമേൻ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. Glory to God, Jesus. Glory to God, Jesus. Praise you, Lord. Praise you, Lord. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം, ദൈവ കുഞ്ഞാടിന്റെ മഹത്വം. Thank you, Jesus. Hallelujah, hallelujah. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വീണ ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയിൽ ദൈവപാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഒരവസരം കൂടെ നമ്മുടെ ആയുസ്സിൽ ദൈവം നമുക്ക് ദാനമായി നൽകി. കഴിഞ്ഞ രാത്രിവേളയിൽ നമുക്ക് എല്ലാവർക്കും സുഖകരമായ വിശ്രമത്തെ ദൈവം ദാനം നൽകി. സ്തോത്രം. പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ, ആയുസ്സോടെ, ബലത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, ഒരുമിച്ച് കടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് അവസരം ഒരുക്കിയല്ലോ. നമ്മളോടൊപ്പം വിശ്രമത്തിന് കടന്ന അനേകർ ലോകത്തുനിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ, അനേകർ ദുഃഖത്തിലും ദുരിതത്തിലും വേദനയിലും നിരാശയിലും അകപ്പെട്ടു പോയപ്പോൾ, കഷ്ടനഷ്ടങ്ങളിൽ അകപ്പെട്ടു പോയപ്പോൾ, ഇന്ന് പകൽ വേള സന്തോഷത്തോടെ ദൈവപാദപീഠത്തിൽ കടന്നു ദൈവത്തെ ആരാധിപ്പാൻ,
ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കിയല്ലോ. ഇന്ന് പകൽവേള കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി, അനുഗ്രഹമായി, നന്മയായി തീരുവാൻ, ദൈവനാമത്തിന് മഹത്വമായി, പുകഴ്ചയായി തീരേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ കഴിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി, വിടുതലായി തീരേണ്ടതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, വലിയ ആത്മപകർച്ചകളുടെ മധ്യം ഉണ്ടാകുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വ്യാപാരം നമ്മൾ ഓരോരുത്തരും വെളിപ്പെടുവാൻ, അത് നമുക്ക് ഏവർക്കും വിടുതലായി, അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. പാടുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി, പിന്നെയും ആത്മാവിൽ പാടുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവം ശക്തീകരിക്കേണ്ടതിനായി, നല്ല നല്ല സംഗീതത്തിന്റെ ഭാഗം നമുക്ക് നൽകുന്നതിനായി, നല്ല സാക്ഷ്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, നല്ല ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങൾ കേട്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ വിലയേറിയ നമ്മുടെ മധ്യം ഉണ്ടല്ലോ. നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്ന നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാൻ സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരം, നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട രക്തം, സ്തോത്രം, നമ്മുടെ വീണ്ടെടുപ്പിനായി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവിന്റെ ഹല്ലേലൂയ, സ്തോത്രം, യാഗമരണത്തെ നമുക്കൊന്ന് ഓർക്കുവാനിടയാകട്ടെ. നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ നമുക്ക് ധ്യാനിപ്പാനിടയാകട്ടെ. കർത്താവിന്റെ മേശയിൽ പങ്കുകാരായി തീരുവാൻ കർത്താവ് നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കേണ്ടതിന്, കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന്, നമ്മെ കഴുകേണ്ടതിന്, നമ്മെ ശുദ്ധീകരിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിധത്തിലും ഇന്ന് പകൽ വേളയിൽ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ആദ്യയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭരിച്ച് നിയന്ത്രിക്കേണ്ടതിന്, ഏകാഗ്രതയോടെ ഭയഭക്തിയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ നമ്മെ ദൈവം സഹായിക്കേണ്ടതിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗകര്യമായ ഒരാൾക്ക് തുറന്നു നിൽക്കുന്ന ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല കഥാവേ, മനോഹരമായ പ്രഭാതത്തിനായ ദൈവത്തിന് നന്ദി പറയുന്ന കഥാവേ, സംഭവം ഒരാഴ്ചക്കാലോടെ ഞങ്ങൾ വിട്ട് കടന്നുപോയല്ലോ കഥാവ്. രാമനാവത്തുകൾ അപകടങ്ങൾ നോക്കി ദൈവം വിടുവിച്ച് സൂക്ഷിച്ച് പരിപാലിച്ചു കഥാവേ. ഈ പ്രഭാതത്തിൽ ദൈവമേ, സഭയായ ദൈവസന്നിധി കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ സാവകാശങ്ങൾക്കായ ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. പാടുവാൻ ഞങ്ങൾ കൃപ ചെയ്തതോർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിയല്ലോ കഥാവിന്റെ കൃപയ്ക്കായ ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. അനുഗ്രഹപ്പെട്ട സങ്കീർത്തനത്തെ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവ്. അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ. അനുഗ്രഹപ്പെട്ട സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവെ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കഥാവ് സഹായിക്കണമേ. കടന്നു വരാനുള്ളവരെയും തക്ക സമയത്ത് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവെ. ഞങ്ങളുടെ ദേവദാസനായ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു കഥാവ് സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥ. ഞങ്ങളെ നയിപ്പാൻ ആവശ്യമായ കൃപ അവിടുന്ന് പിന്നെയും പകരുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവെ. കൗൺസിലുകളായ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കഥാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, സ്നേഹിതരെ, ചർച്ചക്കാരെ, അയൽക്കാരെ എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കഥാവ് സഹായിക്കണമേ. ഹല്ലേലൂയ. അനുഗ്രഹപ്പെട്ട കർത്താവെ, വചന ശുശ്രൂഷകൾക്ക് നൽകി തരുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവെ. അവിടുന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ. കഥാവെ, ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ കഥാവെ കർത്തൃമേശ കൈമീട്ടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സകല യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നത് തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് 74-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. Praise you, Jesus. Psalm number 74, 74-ാം സങ്കീർത്തനം. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞതെന്ത്? നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നത് എന്ത്? നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വയ്ക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. നിന്റെ വയലുകൾ നിന്റെ സമാധാനത്തിന്റെ നടുവിൽ അലറുന്നു. തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു. അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി. ഇതാ അവർ മഴുകൊണ്ടും ചുറ്റികൊണ്ടും അതിന്റെ ചിത്രപ്പണികളെ അകപ്പാട് തകർത്തു കളയുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് തീ വെച്ചു. തിരുനാമത്തിന്റെ നിവാസത്തെ അവർ ഇടിച്ച് നിരത്തി അശുദ്ധമാക്കി. നാം അവരെ നശിപ്പിച്ചു കളയുക എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. ദേശത്തിൽ ദൈവത്തിന്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല.
ഇതെത്രത്തോളം എന്നറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിൽ ഇല്ല. ദൈവമേ, വൈരി എത്രത്തോളം നിന്ദിക്കും? ശത്രു നിന്റെ നാമത്തെ എന്നേക്കും ദുഷിക്കുമോ? നിന്റെ കൈ, നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നത് എന്ത്? നിന്റെ മടയിൽ നിന്ന് അത് എടുത്ത് അവരെ മുടിക്കണമേ. ദൈവമേ, പുരാതനമേ എന്റെ രാജാവാകുന്നു, ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ലവ്യാതാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. നീ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു, മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു. പകൽ നിനക്കുള്ളത്, രാവും നിനക്കുള്ളത്, വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു. ഭൂസീമകളെ ഒക്കെയും നീ സ്ഥാപിച്ചു, നീ ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു. യഹോവേ, ശത്രു നിന്ദിച്ചതിനും മൂഢജാതി തിരുനാമം ഓർക്കണമേ. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ, നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. നിന്റെ നിയമത്തെ കടാക്ഷിക്കണമേ. ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ സാഹസ നിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പീഡിതൻ ലജ്ജിച്ച് പിന്തിരിയരുതേ, എളിയവനും ദരിദ്രനും നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തണമേ. മൂടനിട വിടാതെ ചേർന്ന് പാടാം നിന്റെ വൈരികളുടെ ആരവം മറക്കരുതേ. നിന്റെ എതിരാളികളുടെ കലകൾ എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, Jesus. Praise you, Lord. Praise you, Lord. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത്? നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നത്. നിന്റെ കുറുപ്രാവിനെ നീ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഹല്ലേലൂയ, ശത്രുവിന്റെ കയ്യിൽ നിന്നോ പകയന്റെ കയ്യിൽ നിന്ന്, കെണികളിൽ നിന്നോ, ശത്രുവിന്റെ കെണിയിൽ നിന്നും കുടുക്കുകളിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ച് സുരക്ഷിതമായി കാത്തു പരിപാലിച്ച് ഒരു ശത്രു നമ്മെ തൊടാതെ വേണം, ഒരു ദുഷ്ടന് നമ്മെ തകർത്ത് കളയാതെ വേണം. അത്ഭുതകരമായി അതിശയകരമായി കർത്താവ് നമ്മെ പരിപാലിച്ച് ഇന്ന് പകൽവേള സന്തോഷത്തോടെ ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് ദൈവകൃപയെ അനുഭവിച്ച ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. നമ്മുടെ ദൈവം എത്ര നല്ലവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ദൈവം നല്ലവൻ. തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. കഴിഞ്ഞ നാളുകളിൽ അവൻ നമ്മെ അറിഞ്ഞു, അവൻ നമ്മെ പരിപാലിച്ചു, അവൻ നമ്മെ പോറ്റി പുലർത്തി. നമ്മുടെ സങ്കടങ്ങൾ നമ്മെ വിടുവിച്ച്, നമ്മുടെ കഷ്ടങ്ങൾ നമ്മെ വിടുവിച്ച് ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ ദുഷ്ടനെയും പകയനെയും ഇണ്ടാതാക്കി ജയോത്സവമായി നടത്തിയ, ഇത്രത്തോളം കൊണ്ടുവന്ന, ഇത്രത്തോളം നമ്മെ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നമ്മുടെ മുഴുവൻ എടുത്ത് നമ്മുടെ കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാമല്ലോ. നമ്മുടെ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. സ്തോത്രം. നമ്മെ തന്നെ സമർപ്പിക്കാം. അല്ല, കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ ദൈവത്തെ സ്തോത്രം നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകി നമ്മെ വേണ്ടിയെടുത്ത നമ്മുടെ കർത്താവിനെ നന്ദിയോടെ പാടി സ്തുതിക്കാൻ സമർപ്പണത്തോടെ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയമേശുവിൻ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഊരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടുവാൻ
യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നവയോ എന്നാൾ മുഴുവൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നവയോ എന്നാൾ മുഴുവൻ. ഒന്നിനും തന്നിടമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ, താൻ മതിയാ. ഒന്നിനും തന്നിടമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ, താൻ മതിയാ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാൽവരിനാഥൻ എന്റെ രക്ഷകൻ, കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. കാൽവരിനാഥൻ എന്റെ രക്ഷകൻ, കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. മൃത്യുവെ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. മൃത്യുവെ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. Thank you, Lord Jesus. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദൈവം.
എന്നുമുള്ള പാട്ട് കൂടെ ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ ശക്തമായി അടിച്ച് ശബ്ദം ഉയർത്തി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. രാവിലെ സമയം ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നവരാണല്ലോ. ദൈവത്തെ ആരാധിച്ച് മുഖത്തപ്പെടുത്തുണ്ടാകട്ടെ. യേശു നല്ലവൻ, അവൻ വല്ലവൻ. അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവൻ എങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവൻ എങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. അമ്മേ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി.
ശക്തിയോടെ ഓ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കട്ടെ. ഓ മനഗദാ മനഗദാ ദുഗദാ ദനമ ഇഗദഗദാ ഷൗഡ ലിബദഗ സിഗദാ ദുരബൗഷ സിഗദാ ദുഡബലദേ വൈദാല ദഗദേ സിഗദാ ഹഗദാ ദിബലബ ഷൗഡ ബലബസി ദിരബലബ ഷൈഡ മാലഗദ രഗദി അർത്ഥമാലഗദ ശബ്ദല Kabalaba shabalaba siadara gadagan dilatala chandare shabalaba shabalaba sikalaba baba dikamadaga managa shabalaba rabal khadagaba naga chasialada ragaturada rajamadaga naga shaulabe. Glory to God Jesus. Dilabalaba shabalaba Glory to God, Jesus. Glory to God, glory to God, glory to God. Livala baba shandere, durajala gaushasi khala mare gadaga, durajala baushauda baba. Livala gadala gadala radarachas, diravushase ramanaja gadagas, durajala bashamdanadi, vaida pranatudadi alagadagas, durajala barava shamdana. Hallelujah, 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 hallelujah. Praise you, Jesus. Hallelujah. പ്രാർത്ഥനയ്ക്കായി ഇവിടെ നമ്മുടെ തലകളെ ദിവസന്റെ ധാന്യം വണക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്ന് ഒരു പ്രാവശ്യം കൂടെ അങ്ങേ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. കർത്താവിൻ്റെ കൃപ ഞങ്ങളിൽ പകർന്ന് ഇന്ന് രാവിലെ സമയം സന്തോഷത്തോടെ കടന്നു ആരാധിപ്പാൻ ദൈവകൃപ ചെയ്യാനായ സ്തോത്രം. കടന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലാക്കി തീർക്കണം, തിരുനാമത്തിന് മഹത്വമാക്കി തീർക്കണം, പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ബലപ്പെടുത്തി തുറന്ന് ഞങ്ങളെ ശക്തീകരിക്കണം. സംഗീതത്തിന് ഭാഗം നൽകിയനായ സ്തോത്രം. ഞങ്ങളുടെ പഠനമേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം, ദൈവനാമത്തിന് മഹത്വം പുകഴ്ചയുമായി തിരുടയാക്കണം. പ്രാർത്ഥനകട്ടനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ സ്ഥിരനാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ശക്തമായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ കൂടി വന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ദൈവം നൽകിയ നല്ല സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. കിടനാളുകളൊക്കെ ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി പരിപാലിച്ചു. ഈ ആഴ്ചയുടെ കഴിഞ്ഞ ദൈവം നമ്മെ സൂക്ഷിച്ചു. ദൈവകൃപ നമ്മിൽ പകർന്ന് ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇന്ന് പകൽവേള നാം ദൈവസന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ദൈവം നമ്മോട് കാണിച്ച ദൈവത്തിൻ്റെ ദയയാണ് ഇന്ന് രാവിലെ സമയം ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ നമുക്കിടയായി തീർന്നത്. ഇന്ന് രാത്രിവേള, കഴിഞ്ഞ രാത്രിവേള ദൈവം നമുക്ക് സുഖകരമായ വിശ്രമത്തെ നൽകി. നമ്മോടൊപ്പം വിശ്രമത്തിന് കിടന്നവർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമ്മെ ആരോഗ്യത്തോടെ കൂട്ടി വരുത്തി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവമായ കർത്താവ് പിന്നെയും നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി
പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഇന്ന് പകൽവേള ദൈവസന്നിധാനത്തിലായിരിക്കുന്നത് നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. 74 സങ്കീർത്തനമാണല്ലോ നാം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. ശത്രുക്കളാൽ ദേശം നശിക്കപ്പെട്ടിരിക്കുമ്പോൾ അതിൽ നിന്നുള്ളൊരു ഉദ്ധാരണത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങളാണ് ഈ 74 സങ്കീർത്തനം. ആ നാശത്തിൽ നിന്ന് ദൈവമേ ദേശത്തെ ഉദ്ധരിക്കണം, അവിടുത്തെ ആലയത്തെ ഉദ്ധരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആസാഫിൻ്റെ ഒരു ധ്യാനമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. ആസാഫ് പ്രവചന ആത്മാവിൽ ഇത് കണ്ട് പാടി എന്ന് അഭിപ്രായപ്പെടുന്നു. സ്തോത്രം. ഒരു പ്രവാചകൻ എന്ന നിലയിലും ആസാഫ് അറിയപ്പെട്ടിരുന്നതായി 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29 അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ 1 വാക്യം വായിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞ്, ദൈവം കോപിച്ചിട്ട് തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ വന്നിട്ട്, ദൈവമേ അങ്ങനെ എന്തുകൊണ്ട് അങ്ങ് ചെയ്തു? അവിടുത്തെ മേച്ചിൽപ്പുറത്തെ ആടുകളാകുന്ന ഞങ്ങളോട് ദൈവത്തെ കർത്താവിനെ ഇടയനായിട്ടും അവരെ ആടുകളായി ഉപമിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകൾക്ക് നേരെ നിന്റെ കോപം പുകയുന്നതുമെന്ത്? ദൈവം ഇങ്ങനെ ഞങ്ങളോട് കാണിപ്പാൻ എന്താണ്, ഇങ്ങനെ ഞങ്ങൾ ഇടപെടുവാൻ എന്താണ് കാരണമെന്ന് ദൈവത്തോട് ചോദിക്കുക. ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ, നീ എന്നേക്കും ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണോ? ഇനി ഒരിക്കലും ഞങ്ങൾക്കൊരു മടങ്ങി വരവുണ്ടാകുകയില്ലേ? ഇനി ഒരിക്കലും അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾക്കൊരു പ്രവേശനം ഉണ്ടാകുകയില്ലേ എന്ന് ഒരു സംശയത്തോടെ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ, കർത്താവേ ഞങ്ങൾ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്കൊരു മടങ്ങി വരവ് വേണം. അതിന് എതിരായി എന്നേക്കും നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞതാണോ എന്നുള്ള സംശയത്തോടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശത്രു എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് തുടർന്നുള്ള വാക്യം 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തോട് പറയാം, നീ നിന്റെ സഭയെ നീ സമ്പാദിച്ചതാണ്. 2-ാം വാക്യത്തിൽ, നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശത്തെയും അവകാശ ഗോത്രത്തെയും നീ എന്ത് ചെയ്യണമേ? സിയോൻ, നീ വസിച്ചു പോയ സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. എവിടെ എന്തിനൊക്കെ ഓർക്കണം? ഒന്ന് സഭയെ ഓർക്കണം, നീ തെരഞ്ഞെടുത്തതിൻ്റെ ഗോത്രത്തെ ഓർക്കണം, മാത്രമല്ല നീ വസിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണം. എവിടെ? സഭയെ ദൈവം തള്ളിക്കളഞ്ഞു, സ്തോത്രം, ഗോത്രങ്ങളെ തള്ളിക്കളഞ്ഞു. യഹോവയായി ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്തെയും അല്ലെങ്കിൽ ദൈവം വസിപ്പാൻ തെരഞ്ഞെടുത്ത പർവ്വതത്തെയും ദൈവം തള്ളിക്കളഞ്ഞു എന്ന്, അല്ലെങ്കിൽ മറന്നു കളഞ്ഞു എന്നാണ് സങ്കീർത്തനക്കാരൻ്റെ സംശയത്തോടുള്ള ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു? നീ തെരഞ്ഞെടുത്തതാണ് ഞങ്ങളെ. നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന, വില കൊടുത്ത് വാങ്ങിയ, നമുക്കിഷ്ടം തോന്നിയിട്ട് വാങ്ങിയ ഒന്നിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? അതിനെ അവഗണിച്ച് കളയില്ല, അതിനെടുത്ത് കളയില്ല, മറ്റൊരാൾക്കെടുത്ത് കൊടുക്കുകയില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നമുക്ക് ഒരിക്കൽ അത് പല കാലങ്ങളായി ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച് നമുക്കതിന് അവസരം ലഭിച്ചപ്പോൾ നമ്മൾ വില മുടക്കി നമ്മൾ വാങ്ങിയ ഒരു വസ്തുവിനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെടുത്ത് പുറത്തേക്ക് കളയില്ല. ഒരുപക്ഷെ അതിനെ എടുത്ത് സൂക്ഷിച്ച് മറ്റൊരു ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചെന്നിരിക്കാം. എന്നാൽ ഇവിടെ സംഗീതക്കാരൻ പറയുകയാണ്, നീ എന്ത് ചെയ്തിരിക്കുന്നു? ഞങ്ങളെ എന്നേക്കും അങ്ങ് മറന്നു കളഞ്ഞു, അതിനെ നീ തിരിഞ്ഞു നോക്കുന്നില്ല, നീ മൊത്തത്തിൽ അങ്ങ് അവഗണിച്ച് കളഞ്ഞു എന്നുള്ളൊരു ചോദ്യം, സംശയം അവർക്കുണ്ടായിട്ട് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ ഞങ്ങളെ ഒന്ന് ഓർക്കണമേ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ല, കർത്താവേ എന്നെ ഒന്ന് ഓർക്കണേ, എൻ്റെ ഈ സാഹചര്യത്തിൽ എന്നെ ഒന്ന് ഓർക്കണമേ.
ഒരുപക്ഷെ കഴിഞ്ഞ രാത്രി വേളയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കാണാം നമ്മളെ ദൈവത്തോട്, ദൈവമേ നീ എന്നെ ഒന്ന് ഓർക്കണേ, എന്നോടുള്ള നിന്റെ വാഗ്ദത്തങ്ങൾ ഓർക്കണമേ, എന്നോടുള്ള ദൈവത്തിൻ്റെ ആ കരുണ ഒന്ന് ഓർക്കണമേ എന്ന് ഒരുപക്ഷെ കഴിഞ്ഞ രാത്രി വേളയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ഇന്ന് പകൽവേള ദൈവവചനത്തിനിടെ സമർപ്പിക്കട്ടെ. നമ്മുടെ ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. 115 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ, അവൻ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ദൈവം നമ്മെ ഓർത്താൽ അനുഗ്രഹം സുനിശ്ചിതമാണ്, അത് യാതൊരു സംശയമില്ല. ദൈവം നമ്മളെ ഓർക്കണം. ഓർക്കുവാൻ തക്കവണ്ണമായിരിക്കണം നമ്മുടെ പ്രവൃത്തിയും ജീവിതവും. ദൈവത്തിന് നമ്മെ ഓർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ജീവിതമായിരിക്കണം നാം നയിക്കുന്ന ക്രിസ്തീയ ജീവിതം. എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചാൽ ആ ജീവിതം ദൈവത്തിന് പ്രസാദമാകത്തില്ല. നമുക്ക് മനുഷ്യനെ കബളിപ്പിക്കാം, നമ്മുടെ പ്രവർത്തികളൊക്കെ മനുഷ്യന് മുമ്പിൽ മറച്ചു വയ്ക്കാം. ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ മറച്ചു വയ്ക്കാം, നമ്മുടെ സഹവിശ്വാസികളുടെ മുമ്പിൽ മറച്ചു വയ്ക്കാം, നമ്മുടെ ഇടയന്മാരുടെ മുമ്പിൽ, നമ്മുടെ പാസ്റ്റർമാരുടെ മുമ്പിൽ നമുക്കത് മറച്ചു വയ്ക്കാം. പക്ഷേ മറച്ചു വയ്ക്കാൻ കഴിയാത്ത ഒരുവനുണ്ട്. അവന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. അവനോട് നമുക്ക് പറയാൻ കഴിയുമോ, കർത്താവേ എന്നെ ഓർക്കണമെന്ന്? ശിംശോൻ ദൈവത്തോട് പറഞ്ഞൊരു ഭാഗം, ഒരിക്കൽ പറഞ്ഞൊരു ഭാഗമുണ്ട്. ശിംശോൻ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: എൻ്റെ ഈ 2 കണ്ണുകൾക്കും ഈ അഗ്രചർമ്മികളോട്, ഈ ഫെലിസ്ത്യരോട് പകരം ചോദിക്കേണ്ടതിന് എന്നെ നീ ഒന്ന് ഓർക്കണമേ. ശിംശോന്റെ അവസ്ഥ എന്താ നമുക്കറിയാം. പക്ഷെ അതിൻ്റെ നടുവിലും ശിംശോനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊന്ന് മടങ്ങി വരണമെന്ന്, ദൈവം എന്നെ ഒന്ന് ഓർക്കണമെന്ന്. നമുക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വരണമെന്ന്? സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് പകൽവേള നാം കടന്നു വന്നിരിക്കുന്നത്. ഉൾപ്പുകളെയും അല്ലെങ്കിൽ ആരാഞ്ഞ് ശോധന ചെയ്യുന്ന അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ, സ്തോത്രം, നമ്മളായിരിക്കുന്നതെന്ന് പകൽവേള മറന്നു പോകരുത്. നമ്മുടെ ദൈവം നമ്മളെ ഓർക്കണമോ, ഓർക്കത്തക്കവണ്ണം നാം ദൈവത്തിന് വേണ്ടി ജീവിക്കണം. സ്തോത്രം. നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നിവസിക്കുവാൻ തെരഞ്ഞെടുത്ത സിയോൻ പർവ്വതത്തെയും നീ ഓർക്കണമേ. സ്തോത്രം. ദൈവത്തിന്റെ രക്തത്താൽ, ക്രിസ്തുവിന്റെ, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയുടെ അംഗങ്ങളാണ് നാം. സ്തോത്രം. അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഗോത്രത്തിൽപ്പെട്ടവരാണ് നാം. അവന്റെ സ്തോത്രം, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ ഗോത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ മേൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ, ദൈവം നമ്മെ മറന്ന് കളയത്തക്കവണ്ണമുള്ള അനുഭവമാകരുത് നമ്മുടെ ജീവിതത്തിലുള്ളത്. സ്തോത്രം. താഴോട്ട് വായിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് ശത്രു ചെയ്തതെന്ന് അവിടെ വായിക്കാൻ ഭാഗങ്ങളൊന്നും വായിച്ച് സമയങ്ങൾ ദീർഘിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ദേശത്തെ നശിപ്പിച്ചു, പള്ളിയെ നശിപ്പിച്ചു. സ്തോത്രം. അതിൻ്റെ ചിത്രപ്പണികളെ തകർത്തു. എത്ര മനോഹരമായി നിർമ്മിച്ച ദേവാലയം ശത്രു തച്ചുടച്ചു കളഞ്ഞു. അതിൻ്റെ ഭിത്തിയിലുള്ള, കതകിലുള്ള ആ ചിത്രപ്പണികളെ എല്ലാം എന്ത് ചെയ്തു? അവർ നശിപ്പിച്ചു കളഞ്ഞു. അതിനെ ഇപ്പൊ എന്ത് ചെയ്തു? സ്തോത്രം, ഒരു സൗന്ദര്യവും ഇല്ലാത്തതാക്കി. ആലയത്തെ നോക്കി എന്ത് സൗന്ദര്യം, എത്ര മനോഹരമായി ഈ ആലയം. ശിഷ്യന്മാർ യേശുവിനോട് പറയാ, എത്ര മനോഹരമായിരിക്കുന്നു ഈ ആലയം. കർത്താവ് എന്താ പറഞ്ഞേ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരും എന്ന് പറഞ്ഞാൽ, ഈ പുറമേയുള്ള മോടിയല്ല, ഈ പുറമേയുള്ള അല്ലെങ്കിൽ ഈ ഇളക്കപ്പെരുക്കങ്ങളല്ല, അകത്ത സൗന്ദര്യമാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ഉള്ളിലെ സൗന്ദര്യമാണ് ദൈവം നോക്കുന്നത്.
സ്തോത്രം. ഇപ്പോൾ പള്ളികളെ അവർ ഇടിച്ച് നിരത്തിക്കളഞ്ഞു, അതിനെ അശുദ്ധമാക്കി, എല്ലാം നശിപ്പിച്ചു, ഇനി ഒന്നുമില്ല. ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ട് പറയുകയാണ്, സ്തോത്രം, നിന്റെ കുറുപ്രാവിനെ നീ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുതേ. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഓർക്കണമേ ഓർക്കണമേ എന്ന് ആവർത്തിച്ച് പറയാ. ഞങ്ങളെ ഓർക്കണം. മൂഢജാതി ഞങ്ങൾക്കെതിരെ, ആലയത്തിനെതിരെ, ദേശത്തിനെതിരെ, ഞങ്ങൾ വസിക്കുന്ന ദേശത്തിനെതിരെ, ദൈവത്തിൻ്റെ തേജസ് വസിക്കുന്ന ആലയത്തിനെതിരെ, അങ്ങ് പാർക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന സിയോൻ പർവ്വതത്തിനെതിരെ അവർ ചെയ്തതായ മ്ലേച്ഛ പ്രവൃത്തികൾ ദൈവമേ നീ അവരോട് ഓർക്കണമേ. സ്തോത്രം. ഇന്ന് പകൽവേള നമ്മളെ ഒന്ന് ശോധന ചെയ്യണേ. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താണ് ഓർക്കുന്നത്? നാം ദൈവത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളാണോ അതോ മ്ലേച്ഛ പ്രവൃത്തികളാണോ ദൈവം ഓർക്കുവാനിടയാകുന്നത്? ദൈവം നമ്മെ ഓർത്താൽ, ദൈവം നമ്മെ ഓർക്കത്തക്കവണ്ണം ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവം നമ്മിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്ഥിതിക്കും ഭേദം വരും. നമ്മളായിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരും. ശുഷ്കിച്ചിരിക്കുന്ന അവസ്ഥകൾ മാറും, ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥകൾ മാറും, അല്ല ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. പുൽപ്പുറങ്ങൾ അല്ല പുഷ്ടി കൊണ്ട് ആനന്ദിക്കും, ഉല്ലസിക്കും. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. എപ്പോൾ ദൈവത്തിന്റെ സന്ദർശനം വന്നു കഴിയുമ്പോൾ നീ അതിനെ സന്ദർശിച്ച് അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല, ശ്രദ്ധിക്കണമേ. അപ്പോൾ ദൈവം നമ്മെ ഓർത്താൽ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരും. ശത്രു നശിപ്പിച്ചതൊക്കെ നമുക്ക് മടക്കി ലഭിക്കാനിടയാകും. ശത്രു അപകരിച്ചതൊക്കെ നമുക്ക് തിരികെ നൽകുവാനിടയാകും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽവേള ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനിടയാകട്ടെ. കർത്താവേ, അവിടെ തന്നെ ഒന്ന് ഓർക്കണമേ. സ്തോത്രം. ഹിസ്കീയാവ് ദൈവത്തോട് ഒരിക്കൽ പ്രാർത്ഥിച്ചു, ഹോവേ നീ എന്നെ ഓർക്കണമേ. ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത്, നിനക്ക് വേണ്ടി നിലകൊണ്ടത്, നിനക്ക് വേണ്ടി ജീവിച്ചത് നീ ഒന്ന് ഓർക്കണമേ. ദൈവത്തിന് നമ്മളിൽ ഓർക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മെ ഓർക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് പകൽവേള തീരുമാനത്തോടെ മടങ്ങിപ്പോകാം. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഓർക്കത്തക്കവണ്ണം, എനിക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഓർക്കത്തക്കവണ്ണം, എന്റെ സ്ഥിതിക്ക് ഭേദം വരുവാൻ തക്കവണ്ണം, എന്നെ ഓർക്കുവാൻ തക്കവണ്ണം, അല്ല എന്റെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ വെള്ളം വറ്റിപ്പോയിരിക്കുന്ന അവസ്ഥ, ശുഷ്കിച്ചിരിക്കുന്ന അവസ്ഥ, മേച്ചിൽപ്പുറങ്ങൾ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ, ആട്ടിൻകൂട്ടങ്ങൾ നശിച്ചു പോയിരിക്കുന്ന അവസ്ഥ, ഇതെല്ലാം മാറത്തക്കവണ്ണം അങ്ങനെ ഓർക്കണമേ. എൻ്റെ ഭൗതിക സ്ഥിതി മാത്രമല്ല, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആത്മീയ അനുഭവങ്ങൾക്ക് കൂടെ ഈ ദിവസങ്ങളിലൊരു മാറ്റം ഉണ്ടാകത്തക്കവണ്ണം അങ്ങനെ ഓർക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഒരു കുറുപ്രാവെന്ന് പറഞ്ഞാൽ ശക്തിയൊന്നും ഇല്ലാത്തതാ, ബലഹീനമായ ഒരു ഒരു ജീവിയാണ്. സ്തോത്രം. അതുപോലെയുള്ള എന്നെ ദൈവമേ നീ ഒന്ന് ഓർക്കണമേ. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് നീ ഏൽപ്പിച്ചു കൊടുക്കരുതേ. എൻ്റെ പകൽവേള ദൈവത്തോടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. താവേ, നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് നീ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഈ ദിവസങ്ങൾ അങ്ങനെയെങ്കിൽ അവൻ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും. ദൈവം നമ്മെ ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരും. നഷ്ടപ്പെട്ടു പോയതൊക്കെ അവൻ തിരിച്ചു തരും. ഈ ദിവസങ്ങൾ എന്തെങ്കിലും നഷ്ടം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എനിക്ക് തിരികെ തരണമേ. എൻ്റെ ജീവിതത്തിലെ സമാധാനം എനിക്ക് തിരികെ തരണമേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സമാധാനം എനിക്ക് തിരികെ തരണമേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ജീവിത ആ സൗഭാഗ്യങ്ങൾ എനിക്ക് തിരികെ തരണമേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയ അനുഭവങ്ങൾ എനിക്ക് തിരികെ തരണമേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം എനിക്ക് തിരികെ തരണമേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ എനിക്ക് തിരികെ തരണമേ. ശത്രു അപകരിക്കാൻ നോക്കുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്നും എന്നെ ഉദ്ധരിക്കണമേ. സ്തോത്രം. ഈ ദിവസങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം.
നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുതേ. എൻ്റെ തലമുറയെ ദുഷ്ടൻ്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കരുതേ. എൻ്റെ കുടുംബത്തെ ദുഷ്ടൻ്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കരുതേ. എൻ്റെ ആത്മീയ ജീവനത്തെ ദുഷ്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുതേ. എൻ്റെ നന്മകളെ ദുഷ്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഈ ദിവസങ്ങൾ എന്നെ ദൈവമേ ഒന്ന് ഒരുക്കി ദൈവത്തിലേക്കൊന്ന് മടക്കിക്കൊണ്ടുവരണമേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ പ്രാപിക്കത്തക്കവണ്ണം ഈ ദിവസങ്ങൾ എന്നെ ഒന്ന് മടക്കിക്കൊണ്ടുവരണമേ. നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാ. അവൻ നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവനാ. എവിടെങ്കിലും പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇസ്രായേൽ ജനത്തിന് സ്തോത്രം സംഭവിച്ച അവർക്കുണ്ടായ വീഴ്ച, അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാ. സ്തോത്രം. അവൻ്റെ ന്യായ പ്രമാണത്തോട് മറുത്തു മത്സരിച്ചു എന്നുള്ളതാ. വചനത്തോടെ എവിടെങ്കിലും ഏതെങ്കിലും അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തോട് മറുത്ത് മത്സരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ, അതേത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽ വേള ശോധന ചെയ്ത് ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവൻ നമ്മെ ഓർക്കും നിശ്ചയം. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുന്നു. വേഗത്തിൽ സമയത്തെ വിനിയോഗിക്കാം. കർത്താവ് സഹായിക്കട്ടെ. പ്രാരംഭമായി നമ്മുടെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് വാക്യം പ്രസ്താവിക്കും. ഫോർ റെസിറ്റേഷൻ ചിൽഡ്രൻ വിൽ കം ഫോർവേഡ്. ജസ്രീൽ ജെയിംസ് വിൽ ലീഡ് ദ സെഷൻ. Praise the Lord. James 1 verse 5. If any of you lacks wisdom, you should ask God, who gives generously to all without finding fault. Amen. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ ബലത്തോടെ കൂട്ടിവരുത്തിയല്ലോ. അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പാൻ വേണ്ട ജ്ഞാനം, ബുദ്ധി, ഓർമ്മശക്തിയൊക്കെ നൽകി. നമ്മുടെ കുഞ്ഞുങ്ങൾ പലർക്കും എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അടുത്ത മാസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോർഡ് എക്സാമുകളൊക്കെ നടക്കുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കലൊക്കെ നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദൈവം അവരെ സഹായിക്കേണ്ടതിനായി, അവരുടെ മേൽ ദൈവകൃപ പകരേണ്ടതിനായി, ദൈവിക ജ്ഞാനം കൊണ്ട് നിറച്ച് അവരെ അനുഗ്രഹിക്കേണ്ടതിനായി, നല്ല ഉന്നതമായ വിജയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നൽകേണ്ടതിനായി, പഠിപ്പാൻ വേണ്ട ദൈവകൃപ അവരുടെ മേൽ പകർന്ന് ദൈവം അവരെ അനുഗ്രഹിക്കേണ്ടതിനായി സഭയായി നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിച്ച് കുഞ്ഞുങ്ങളുടെ മേൽ നമ്മുടെ കരങ്ങളെ നീട്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കഥാവാൻ ദൈവമേ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിനവരെ തടയരുന്ന് അരുളി ചെയ്ത അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയുടെ കഴിഞ്ഞ ദിനങ്ങളെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് അവരെ പരിപാലിച്ചു. ദോഷങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ചു ധരിച്ച് സന്തോഷത്തോടെ ഈ രാവിലെ സമയം ആരോഗ്യത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ അടിയങ്ങൾക്ക് കൃപ നൽകി. കർത്താവെ, വാക്യങ്ങൾ പറയുവാൻ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃപ നൽകിയത് ഓർത്ത് സ്തോത്രം. അവർ പഠിക്കുന്നതായ വചനം, അവർ ഉച്ചരിക്കുന്നതായ വചനം അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ, നന്മയായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അത് നിമിത്തം അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവയിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. അടുത്ത ദിവസങ്ങൾ പരീക്ഷ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് നിറച്ച് അവരെ അനുഗ്രഹിക്കണം. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തിരുടയാക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടവരായി, മാതൃകയുള്ളവരായി, ദൈവഭയമുള്ളവരായി, ഭക്തിയുള്ളവരായി ജീവിപ്പാൻ അവരെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രന്റെ നാമത്തെ അവരിൽ കൂടെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ സ്വർഗ്ഗീയ പിതാവേ. ഷൗട്ട് ഹല്ലേലൂയ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബി സീറ്റഡ്. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാം വേഗത്തിൽ. ശേഷം ഇവിടെ കടന്നു വന്ന് ഇവിടെയുള്ള പ്രിയ ദൈവജനങ്ങളോടും ഈ ദൈവസഭയോടും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ പല പ്രാവശ്യങ്ങൾ കടന്നു വന്ന് ഇവിടെയുള്ള ആത്മീയ കൂട്ടായ്മകളിൽ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ എന്നെയും കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവ് കഴിഞ്ഞ
ഒരു 1.25 വർഷമായി ഞാൻ നാട്ടിലായിരുന്നു. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളും കാവലും ദൈവിക നടത്തിപ്പും അനുഭവിച്ചുകൊണ്ട് അവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ എല്ലാ വഴികളിലും ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ യാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ അനുഭവങ്ങളിലും ആദ്യമത് ചിലപ്പോൾ കയ്പാണെങ്കിലും അന്ത്യം മധുരമാക്കി തീർക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ഗൈഡൻസും ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ എൻ്റെ ഈ ആയുസ് മുഴുവൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ കരുണയ്ക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും കടന്നു വന്ന് ദൈവസാന്നിധ്യം അനുഭവിപ്പാനിടയായി. ദൈവത്തെ ആരാധിക്കുന്നതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭം. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളുടെ നടുവിൽ ഏത് സന്ദർഭങ്ങളിലും ഞാനത് അനുഭവിച്ചിട്ടുള്ളത്. എൻ്റെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയിൽ, ഹല്ലേലൂയ, മാനസിക സംഘർഷങ്ങളിൽ ഒക്കെ കർത്താവിൻ്റെ വചനം തന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്ന് ഓരോ ദിവസവും എന്നെ നടത്തുന്നു. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഈ സഭയെ ഓർത്ത് എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും OPHനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇത്രത്തോളം എന്നെ സഹായിച്ച ദൈവകരങ്ങളിൽ എന്നെ ഒന്നും കൂടി ഏൽപ്പിക്കുന്നു. ഈ ദൈവസഭയുടെ പ്രാർത്ഥനയും ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷി എഴുതിയിരിക്കുന്നു. അവിടെ പേരൊന്ന് പറയാം. ലീലാമ്മ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വിശുദ്ധ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടിയൻ്റെ മാതാപിതാക്കൾ, സഹോദരൻ കുടുംബം, അതുപോലെ ദൈവദാസൻ കുടുംബം, ഇവിടെയുള്ള മറ്റ് മാതാപിതാക്കൾ, കൗൺസിൽ, പ്രിയ സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ വലിയ ദൈവത്തെ സ്തുതിപ്പാൻ അടിയൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന നല്ല സഹായിക്കുന്ന ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. 2016 മെയ് മാസത്തിലാണ് ഞാൻ ഈ ചർച്ചിലേക്ക് കടന്നു വരാൻ ദൈവം സഹായിച്ചത്. അന്ന് മുതൽ ഇതുവരെയും, അതായത് കാലഘട്ടങ്ങളിൽ വന്ന ദൈവദാസന്മാർ, കുടുംബം, അതായത് കാലയളവിലുണ്ടായിരുന്ന കൗൺസിൽ, അതുപോലെ ഇപ്പം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ രാജൻ ജോർജ് പാസ്റ്റർ കുടുംബം, സാം ജോൺസൺ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിൽ, നിങ്ങളെല്ലാവരും അടിയനോട് കഴിഞ്ഞ നാളുകളിൽ കാണിച്ച സ്നേഹത്തിനും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഒറ്റ വാക്കിൽ ഞാൻ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ നാൾ നിങ്ങളുടെയൊക്കെയും പ്രാർത്ഥന അടിയൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു, കോട്ടയായിരുന്നു. ദൈവം അനുവദിച്ചാൽ 2-ാം തീയതി തിങ്കളാഴ്ച രാത്രി ഈ ദേശത്ത് നിന്ന് നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരുന്നു. കുടുംബമായി പിന്നെയും അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എവിടെയായിരുന്നാലും ദൈവം നമ്മെ എല്ലാവരും ഒരുമിച്ച് അവൻ്റെ കരത്തിൽ വഹിക്കേണ്ടതിനും നാം എല്ലാവരും ദൈവസന്നിധി കാണപ്പെടേണ്ടതിനും എല്ലാവരുടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ സാക്ഷി നീതിക്കുന്നു. മാറാനാഥ. ഇവിടെ ഓർപ്പിച്ച സാക്ഷ്യവാചകങ്ങൾ കേട്ടല്ലോ. പ്രിയ ലീലമാമയോട് ചേർന്ന് ചില നാളുകൾക്ക് ശേഷം ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം ദൈവമായ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. പ്രിയ കർത്താവിൻ്റെ ദാസി ദൈവം സഹായിപ്പാൻ പിന്നെയും ആരോഗ്യത്തോടെ ബലത്തോടെ നടത്തേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ ജോൺസി താൻ കഴിഞ്ഞ ചില വർഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കി. ദൈവമെങ്കിൽ ഫെബ്രുവരി മാസം 2-ാം തീയതി ഒമാനിൽ നിന്ന് തിരികെ നാട്ടിൽ കടന്നു പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ക്രമങ്ങൾ ചെയ്യുന്നു. ഈ കാലങ്ങൾ ഇതുവരെയും ദൈവം അത്ഭുതമായി ഈ ദേശത്ത് ദൈവം പ്രിയ സഹോദരനെ പരിപാലിപ്പാനിടയായി. തൻ്റെ ജോലി കാര്യങ്ങളിൽ യാത്രയെല്ലാം കൂടിയിരുന്നു. തുടർന്നും ദൈവം തന്നെ ആക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നേറുവാൻ കുടുംബമായി ദൈവം അവരെ സഹായിക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. സാക്ഷ്യവാചകങ്ങൾ ഓർപ്പിച്ചില്ലെങ്കിലും വിവിധ വിഷയങ്ങളും നടുവിൽ ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കണം പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. ദൈവം അവരെല്ലാം സഹായിച്ച് അനുഗ്രഹിക്കേണ്ടതിനായി, ദൈവകൃപ പകരേണ്ടതിനായി ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എന്ന് പകൽവേള കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ദൈവമെങ്കിൽ ഇന്ന് സൂറുള്ള സഭയിൽ ഞങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിച്ച് ക്രമീകരണം ചെയ്തിരിക്കുന്നു. രക്ഷണം സ്വീകരിച്ച് കടന്നു പോകുന്നു. യാത്ര ദൈവം കൂടി നിന്ന് സഹായിക്കേണ്ടതിനായി പ്രത്യേകാൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ കഴിഞ്ഞ കർത്താവേ രാത്രികാലം കണ്ട പലരും കർത്താവേ
ഇന്ന് പകൽക്കാലം പ്രഭാതം കാണാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ, നീ അടിയങ്ങളെ കർത്താവേ, സഭയായി കർത്താവേ, കർത്താവെ നിലനിർത്തിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ, അടിയങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ആരാധന തന്നതിനാ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട്, സങ്കീർത്തനം കർത്താവേ, സാക്ഷ്യമൊക്കെയും കേൾക്കുവാനായി കർത്താവേ നീ ഇടയാക്കിയല്ലോ കർത്താവേ. പ്രത്യേകാൽ അടിയങ്ങളെ കർത്താവ്, സഭയാ കുടുംബങ്ങളെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകാൽ കർത്താവെ സാക്ഷിവചനങ്ങളായ കർത്താവേ, കർത്താവെ ഓർപ്പിച്ച കർത്താവ് വിഷയങ്ങളിൽ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രിയ കർത്താവെ, സഹോദരിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. കർത്താവ് നീ അവിടുന്ന് കർത്താവെ കഴിയുന്ന ആളുകളൊക്കെയും നല്ലവനും വല്ലഭനുമായ കൂടെ നിർത്തി കർത്താവെ, കരുതിയ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വീണ്ടും കർത്താവെ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ കർത്താവ് വലിയ സാന്നിധ്യം കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വീണ്ടും കർത്താവെ പ്രിയ ജോൺസി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. കഴിഞ്ഞ നാളുകളിലൊക്കെയും കർത്താവ് ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവ് നിന്റെ സന്നിധിയിൽ ആരാധിപ്പാൻ കർത്താവെ നീ അവിടുന്ന് ഇടയാക്കിയല്ലോ. പ്രിയ പൈതലിനെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, അവിടുന്ന് കർത്താവെ കൃപ ചെയ്യണമേ കർത്താവെ. കുടുംബജീവിതമൊക്കെയും കർത്താവെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് നീ അവിടെ ചെയ്യണമേ. ഇവിടുന്ന് കർത്താവെ നാട്ടിലേക്ക് യാത്രയാകുമ്പോൾ കർത്താവ് യാത്രയുടെ മുഖത്തൊക്കെയും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എവിടെയായിരുന്നാലും കർത്താവെ ദൈവകൃപയിൽ കർത്താവെ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവെ നീ അവിടുന്ന് കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വീണ്ടും കർത്താവെ അടിങ്ങളുടെ കർത്താവെ സഭാ ശുശ്രൂഷനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം കർത്താവെ സൂര്യൻ്റെ കർത്താവെ സ്ഥലത്തേക്ക് കർത്താവെ യാത്രയാവുന്നല്ലോ കർത്താവ്. ഇന്ന് പോകുന്ന വഴിയിലൊക്കെയും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യാത്രാമധ്യേ കർത്താവെ നീ അവിടുന്ന് കരുതുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവെ അടിയങ്ങളുടെ കർത്താവെ കുഞ്ഞുങ്ങളെ കർത്താവെ യുവജനങ്ങളെ കർത്താവെ, അതുപോലെ കർത്താവെ ഞങ്ങളുടെ കർത്താവ് എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. തുടർന്നും കർത്താവെ കുറച്ച് സമയം കർത്താവെ അടിയങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ സന്നിധി ബോധത്തോടെ ഇരിക്കുവാൻ കർത്താവെ നീ അവിടുന്ന് കൃപ ചെയ്യുന്നതിനാ സ്തോത്രം. സകല വിഷയം കർത്താവെ ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവോടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ആ കാലത്ത് യഹോവയിൽ നിന്നുള്ള വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. നമുക്കെല്ലാവർക്കും പരിചിതമുള്ള തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഒത്തിരി പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഇതൊന്ന് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ വചനം ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഈ ഭാഗങ്ങൾ, ചില കാര്യങ്ങൾ, ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കും. ഇവിടെ ശമൂവേലിനെ ദൈവം വിളിക്കുന്ന വിളിയെക്കുറിച്ച് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ പറയാൻ കാരണം, ഞാൻ അതിനെങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം, ദൈവത്തിൻ്റെ ആലയത്തിലെ വിളക്ക് കെട്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ ആലയത്തിലെ വിളക്ക് ഒരിക്കലും കെട്ടുപോകാൻ പാടില്ലെന്ന്. ആലയത്തിലെ വിളക്ക് ഒരിക്കലും കെട്ടുപോകാൻ പാടില്ല. കെട്ടുപോകാതെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് അതിൽ ഉപയോഗിക്കേണ്ട എണ്ണ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. അത് നിത്യം കത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ആലയത്തിലെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. പകൽ രാത്രി വ്യത്യാസമില്ലാതെ കത്തിക്കൊണ്ടിരിക്കണം. അത് കരിന്തിരി എരിയാൻ തുടങ്ങിയാൽ കരിന്തിരി എരിയാതിരിക്കത്തക്കുള്ള ക്രമീകരണം ചെയ്യണം. ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ നിരന്തരം പുരോഹിതന്മാരുണ്ടായിരിക്കണം. എന്നാൽ ഏലിയുടെ കാലം വന്നപ്പോൾ സ്ഥിതി അങ്ങ് മാറി. അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണെന്ന് നമുക്ക് 1-ാമത്തെ ഭാഗം വായിച്ചപ്പോൾ കാണുവാൻ കഴിഞ്ഞു. വചനം, യഹോവയിൽ നിന്നുള്ള വചനം ദുർലഭമായിരുന്നു. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. പിന്നെ ദർശനം ഏറെയില്ല എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. വചനം തീരെയില്ല, ദർശനം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്.
ഇങ്ങനൊരു സാഹചര്യമാണ്. ശമൂവേലിനെ ആലയത്തിൽ കൊണ്ടുവന്ന് അവൻ്റെ മാതാപിതാക്കൾ ഏലിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് കണ്ടുപോകുമ്പോൾ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് ശമൂവേൽ അവിടെ ഉണ്ട്. എന്നാൽ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? താഴോട്ട് വായിച്ചു വരുമ്പോൾ ആലയത്തിലെ വിളക്ക് കെടുന്നതിന് മുമ്പ് ശമൂവേൽ പോയി കിടക്കുമായിരുന്നു അല്ലേ? താഴോട്ട് വായിച്ചേ, 2-3 വാക്യം വായിച്ചേ. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. പുരോഗതിയുടെ സ്ഥിതി എന്തായിരുന്നു? കാണാൻ കഴിയാതെ വണ്ണം കണ്ണെന്ത് ചെയ്യുന്നു? മങ്ങിയിരുന്നു. പ്രായമൊക്കെ ആയി, കാഴ്ചയൊക്കെ കുറഞ്ഞു വന്നു. അവൻ കിടന്ന് അവൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. അടുത്തത് ആലയത്തിലെ വിളക്ക് കെടുന്നതിന് മുമ്പ് ചെന്ന് കിടന്നു. അപ്പോൾ ആലയത്തിലെ വിളക്ക് കെടുന്നതിന് മുമ്പ് ചെന്ന് കിടന്നു പറയുമ്പോൾ ആലയത്തിൽ വിളക്ക് കെട്ടുപോകായിരുന്നു. ആലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്റെ കണ്ണു മയങ്ങിയിരുന്നു. സഹശുശ്രൂഷകന്മാരുടെ കാര്യം പറഞ്ഞാൽ അതിലും മോശമാണ്. ഏലിയുടെ മക്കൾ ഒഫ്നി, ഫിനെഹാസ്, അവരുടെ സ്ഥിതിഗതി അതിലും മോശമായിരുന്നു. അവർ പുരോഹിതന്മാരെന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നു, പക്ഷേ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വഴിക്കും ആലയത്തിൽ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പ്രവാചകനായി അല്ലെങ്കിൽ ആലയത്തിൽ ശുശ്രൂഷിക്കേണ്ടതിനായി ഏറിയ നാളുകളായി നിലവിളിച്ച ഒരു മാതാവിൻ്റെ മകനെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ചോദിച്ചു കൊള്ളട്ടെ ദൈവമക്കളെ, നമ്മൾ എത്ര പേര് ആലയത്തിൻ്റെ സ്ഥിതിക്ക് ഭേദം വരേണ്ടതിന് പ്രാർത്ഥിക്കാറുണ്ട്? ആലയത്തിൻ്റെ ആത്മീയ സ്ഥിതിക്ക് ഭേദം വരേണ്ടതിന് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി, കണ്ണ് മങ്ങിപ്പോയവർക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? വിളക്ക് കെട്ടുപോകുന്നതിനെ കുറിച്ച് എത്ര പേർക്ക് ഭാരമുണ്ട്? ഇതിനു വേണ്ടി കരയുവാൻ എത്ര പേര് ഒരുക്കപ്പെട്ടിട്ടുണ്ട്? അങ്ങനെയെങ്കിൽ സ്തോത്രം, നീ പ്രതീക്ഷിക്കാത്ത ചില നന്മ ഈ സ്ഥിതിക്ക് ഭേദം വരേണ്ടതിന് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന, കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്ന, ഞാൻ അങ്ങനെയാ കരുതുന്നത്, അല്ലെങ്കിൽ ഹന്നയ്ക്ക് വേണ്ടി ദൈവം ഹന്നയുടെ പ്രാർത്ഥന കേട്ട്, നിലവിളി കേട്ട്, ഹന്നയിൽ കൂടെ ചില ദൈവപ്രവൃത്തി ദൈവം അവിടെ വെളിപ്പെടുത്തി. അങ്ങനെ ഇന്ന് പകൽവേള ഞാൻ ഓർപ്പിക്കട്ടെ, ഇങ്ങനെ ദൈവസന്നിധി നിലവിളിക്കാൻ തയ്യാറായിരിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ദൈവം ഓർക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ചില ദൈവപ്രവൃത്തി ദൈവം അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുക. മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്നത് നാം ചെയ്യാൻ തയ്യാറായാൽ, അതുവരെ ആ ദേശത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരാൻ, ആ ആലയത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരാൻ, അന്ന് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതിക്ക്, ആലയത്തിൽ സംഭവിച്ചിരിക്കുന്ന ന്യായപ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് മാറ്റം വരാൻ കരയാൻ തയ്യാറായ ഹന്നയെ കൊണ്ട്, ഹന്നയിൽ കൂടെ ചില ദൈവം ചെയ്യിച്ചെടുത്തെങ്കിൽ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, നിങ്ങളിൽ കൂടെ എന്നിൽ കൂടെ ദൈവം ചില ദിവസങ്ങൾ ചെയ്യാൻ പോകുക. എത്ര പേര് നിലവിളിക്കാൻ തയ്യാറാകുന്നു? ന്യായപ്രമാണത്തിന് മാറ്റം വരുന്നത് കണ്ടിട്ട് മൗനമായി ഇരിപ്പാൻ അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് കണ്ടിട്ട് മൗനമായി ഇരിക്കാനല്ല, കണ്ണടച്ചിരിക്കാനല്ല, അതിനുവേണ്ടി ദിവസങ്ങൾ കരയാൻ എത്ര പേര് തയ്യാറായിരിക്കുന്നു? സ്തോത്രം, സ്തോത്രം. ദിവസങ്ങൾ എത്ര പേര് അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നു?
എത്ര പേര് തീരുമാനമെടുക്കുന്നു? കർത്താവേ, ഈ ദിവസങ്ങളിൽ ആത്മീയ സ്ഥിതിക്ക് ഭേദം വരാൻ ദൈവകൃപയ്ക്ക് ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി, ആത്മീയ അനുഭവങ്ങൾ സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി മാറുവാൻ ഞാൻ ഈ ദിവസങ്ങളിൽ കരയും. ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ണുനീരൊഴുക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ ഉപവസിക്കും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ മധ്യസ്ഥ അടയ്ക്കുമെന്ന് എത്ര പേര് ഇന്ന് പകൽ വേള തീരുമാനമെടുക്കും? അതുകൊണ്ട് കോട്ടമൊന്നും വരത്തില്ല, നഷ്ടമൊന്നും വരത്തില്ല, ലാഭം ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. ന്യായപ്രമാണത്തിന് കോട്ടം സംഭവിക്കുന്നത് കണ്ടിട്ട് അടങ്ങിയിരിക്കാനല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. എല്ലാവരും എതിരായിരിക്കും, എതിരാകട്ടെ. ഭൂരിപക്ഷത്തിന്റെ എതിർപ്പിനെ അല്ല ദൈവം നോക്കുന്നത്, ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിന്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത് എന്ന് പകൽവേള ഓർപ്പിക്കട്ടെ. എല്ലാവരും, ഭൂരിപക്ഷവും നിനക്കെതിരായാലും, എല്ലാവരും നിനക്കെതിരായാലും, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി, ന്യായപ്രമാണത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അതിനുവേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന്, ഞാൻ എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് എത്ര പേര് ദൈവസന്നിധാനത്തിൽ തീരുമാനമെടുക്കും? അവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ബഹുഭൂരിപക്ഷത്തെ നോക്കിയല്ല ദൈവം നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത്. അത് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമല്ല ദൈവം നോക്കുന്നത്. ന്യായപ്രമാണം അനുസരിപ്പാൻ എത്ര പേര് തയ്യാറായിരിക്കുന്നു? അവരുടെ ഹൃദയങ്ങളെ ദൈവം നോക്കുന്നത്. അങ്ങനെയുള്ളവരെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നേ. എത്ര പേര് ദൈവത്തോട് പറയാം, ദൈവമേ എന്നെ ഈ ദിവസങ്ങളൊന്ന് ഉപയോഗിക്കണമെന്ന്? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്റെ ആത്മീയ ഭൗതിക സ്ഥിതിക്ക് മാറ്റം വരുത്തണം, എന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തണം, എന്റെ തലമുറയുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തണം. അത്രയും ഭാരത്തോടെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി അതിന്റെ നൈർമല്യത കാത്തു സൂക്ഷിക്കപ്പെടുക, അതിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കപ്പെടുക, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുവാൻ വേണ്ടി ദൈവമേ ഈ ദിവസങ്ങളിൽ അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു? സ്തോത്രം. അങ്ങനെ ആ സ്ഥിതിക്ക് ഭേദം വരാൻ പ്രാർത്ഥിച്ച ഒരു വ്യക്തി ഹന്ന. അവളുടെ അവസ്ഥ വേറെ ആയിരുന്നുവെങ്കിലും എന്ന് പറഞ്ഞാൽ അവൾ നിന്ദിക്കപ്പെട്ടവളാണ്, പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് അവൾക്കുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് പറയുന്നത്, നീ എനിക്കൊരു ആൺസന്തതിയെ തന്നാൽ, ഒരു പുരുഷ പ്രജയെ തന്നാൽ, നിത്യം നിന്റെ ആലയത്തിൽ ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടി ഞാൻ അവനെ നിനക്ക് വേണ്ടി ഓർത്തിരിക്കും. അവിടെ പുരോഹിതനില്ലാഞ്ഞിട്ടല്ല, പുരോഹിതന്റെ മക്കളായ പുരോഹിതന്മാരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പുരോഹിതന്മാരുള്ളപ്പോഴും, മക്കൾ പുരോഹിതന്മാരായിട്ടുള്ളപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ ആലയത്തിന്റെ സ്ഥിതിക്ക് സ്ഥിതി പരിതാപകരമായി മുൻപോട്ട് പോകുന്നത് കണ്ടിട്ട് ദൈവസന്നിധാനത്തിൽ നിലവിളിച്ച തീരുമാനമെടുത്ത അന്നിൽ കൂടെ ചിലത് ദൈവം ചെയ്തെടുത്തെങ്കിൽ ഇന്ന് പകൽവേള ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു, അങ്ങനെ കരയാൻ തയ്യാറായാൽ, അങ്ങനെ നിലവിളിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ ആലയത്തിന്റെ സ്ഥിതിക്ക് മാത്രമല്ല ഭേദം വരാൻ പോകുന്നത്, നമ്മുടെ സ്ഥിതിക്ക് വേണം ഭേദം വരും. നമ്മുടെ നിന്ദ മാറും, നമ്മുടെ പരിഹാസം മാറും, നമ്മുടെ ആക്ഷേപങ്ങൾ മാറും, നമ്മുടെ സ്ഥിതിഗതികൾ മാറും. സ്തോത്രം. അന്ന ദൈവത്തോട് പറയുക, ദൈവമേ നീ എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ ആലയത്തിന്റെ ഈ സ്ഥിതിക്ക് ഭേദം വരേണ്ടതിനായി, ഞാൻ നിത്യം ആലയത്തിൽ അവൻ ശുശ്രൂഷിക്കേണ്ടതിനായി നിനക്ക് വേണ്ടി ഞാൻ വേർതിരിക്കും. അവൻ നിത്യം നാസിർവ്രതസ്ഥനായിരിക്കും. സ്തോത്രം. നാസിർവ്രതത്തിന്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം, അതിന്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്കറിയാം. സ്തോത്രം. ഏലിയുടെ മക്കൾ പുരോഹിതന്മാരായി ഏലിക്ക് പകരം ഏലിയെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് പുരോഹിതന്മാരായി ഉള്ളപ്പോൾ തന്നെയാണ് ദൈവം ഒരു ശമൂവേലിനെ അവിടെ കൊണ്ടുവന്നത്. അവരുണ്ട് ഇവരുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ പിറവേറ്റാതെ പിറകോട്ട് പോയാൽ, സ്തോത്രം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പക്ഷേ കാര്യങ്ങളിൽ അവരിനേക്കാൾ ഉപരിയായി നമ്മെ കൊണ്ട് ചിലത് ചെയ്യിച്ചെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെടുന്നോ, തയ്യാറുണ്ടോ? സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാമല്ലോ.
അന്ന നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ വേദന അതാണെങ്കിൽ കൂടെ, പക്ഷെ അവളെടുക്കുന്ന തീരുമാനം നോക്കുക. ആ തീരുമാനം കേൾക്കുമ്പോൾ നമുക്കറിയാം അവൾ കാലത്തെക്കുറിച്ച് എന്തുമാത്രം എരിവുണ്ടായിരുന്നു എന്ന്. അവളിത് കാണുന്ന കാര്യമല്ലേ? യെരൂശലേമിൽ പോയി യാഗം കഴിക്കാൻ പോകുന്ന സമയത്ത് ഇതൊക്കെ കാണുന്ന കാര്യമല്ലേ? ജനം തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്ന അനുഭവങ്ങൾ, വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന അനുഭവങ്ങൾ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? വചനം, യഹോവയിൽ നിന്നുള്ള വചനം എന്ത് ചെയ്തിരുന്നു? സ്തോത്രം. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ആ കാലത്തെ യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. കാരണം പുരോഹിതന് വായിക്കാൻ കഴിയുന്നില്ല, അവൻ്റെ കണ്ണുമങ്ങി. ആലയത്തിൽ വചനം എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം, ഉച്ചരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അതിന് പുരോഹിതന് കഴിയുന്നില്ല. ജനം കൂടി വരുമ്പോൾ അവരുടെ മുമ്പിൽ വചനം വായിക്കാൻ കഴിയുന്നില്ല. പകരം ശുശ്രൂഷിക്കേണ്ട ഏലിയുടെ പുരോഹിതന്മാർ മക്കൾ എവിടെ പോയിരിക്കുക? അവർ ജനം കൊണ്ടുവരുന്ന യാഗവസ്തുക്കളെ, ഹല്ലേലൂയ, സ്തോത്രം, അതിൻ്റെ മേധസ് തന്നെ കുത്തിയെടുത്തുകൊണ്ട് പോയി തിന്നാൻ നോക്കുക, വറുത്ത് തിന്നാൻ. അവർക്ക് ആരാധനയൊന്നും വിഷയമല്ല, യാഗപീഠവും വിഷയമല്ല. സ്തോത്രം. തരത്തില്ല. ഇത് മേധസ് ഒന്ന് ദഹിപ്പിക്കട്ടെ, അതിനുശേഷം തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒക്കത്തില്ല. അങ്ങനെയൊന്നും ഒക്കത്തില്ല. പുരോഹിതന് വറുത്ത് തിന്നേണ്ടതിന് ദൈവത്തിന് സമർപ്പിച്ചു തന്നെ വേണമെന്ന്. സ്തോത്രം. ഇതെന്താ സംഭവിച്ചെന്നറിയാമോ? ഏലി മക്കളെ ഉപദേശിച്ചില്ല. അവരുടെ വഴിപിടച്ച ജീവിതം കണ്ടിട്ട് അവരെ തിരുത്തിയില്ല. ഓർത്തുകൊള്ളണം ദൈവമക്കളെ, നമ്മുടെ തലമുറകളെ അവരുടെ വഴിപിഴയ്ക്കുന്ന ജീവിതം കണ്ടിട്ട്, അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നുവെന്ന് കണ്ടിട്ട് മൗനമായിരിക്കരുത്. ഒരുപക്ഷെ അവർ തെറ്റിപ്പോകാൻ കാരണം എന്തെന്ന് നമ്മൾ പരിശോധിച്ച് അത് ക്രമീകരിക്കണം ആദ്യം. ഒരുപക്ഷെ ഇന്ന് ഒരിളക്കപ്പരുക്കൊന്നും കാണത്തില്ലായിരിക്കും, പക്ഷെ ഇന്ന് തിരുത്തി നമ്മൾ പോകണം ഇവിടുന്ന്. ഇത് തിരുത്തി വേണം ഇവിടുന്ന് പോകാൻ. നമ്മുടെ തലമുറ നശിച്ചു പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ, അവർ ദൈവത്തെ അനുസരിക്കുന്നില്ല, ദൈവ വഴികളെ അനുസരിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ, എന്താണതിന് കാരണമെന്ന് കണ്ടുപിടിച്ച് അവിടെ പോയി അത് തിരുത്തിയിട്ട് മടങ്ങി വാ. അത് തിരുത്തിയിട്ട് മടങ്ങി വാ. സ്തോത്രം. അത് ചെയ്യാതെ പാസ്റ്റേ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരുടെ അച്ഛായ അമ്മാമ്മയെ പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല. എവിടെ തിരുത്തപ്പെടണോ അവിടെ തിരുത്തപ്പെട്ടിട്ട് വാ. എവിടെ ക്രമീകരിക്കണമോ അവിടെ ക്രമീകരിച്ചിട്ട് വാ. അല്ലെങ്കിൽ എവിടെ ഒരുക്കപ്പെടണോ അവിടെ ഒരുക്കപ്പെട്ടിട്ട് വാ. നിന്റെ തലമുറ നിന്റെ പാതയിൽ തന്നെ വരും. നിന്റെ തലമുറ നിന്റെ വഴിയിൽ തന്നെ വരും. സ്തോത്രം. ഏറെ കാലങ്ങളായി കരയുന്നല്ലോ, പ്രാർത്ഥിക്കുന്നല്ലോ, ഉപവസിക്കുന്നു. തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടണം. അത് നമ്മളായാൽ പോലും തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടണം. തിരുത്തപ്പെട്ടിട്ട് വന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്ക്. സ്തോത്രം. ദൈവം നമ്മുടെ നിലവിളി കേൾക്കും. സ്തോത്രം. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം. സമയത്ത് ആ ഭാഗം പൂർത്തീകരിക്കാൻ കഴിയാത്ത വേഗം ഭാഗം ഓർപ്പിച്ച് നിർത്താം. ഹന്നെ, നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട്. ഹന്നെ, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം നിന്നെ മാനിക്കും. കരയുന്ന ഹന്നയെ, തലമുറയെ ഓർത്ത് കരയുന്ന ഹന്നയെ, തലമുറയെ ഓർത്ത് നിലവിളിക്കുന്ന മാതാവേ പിതാവേ, തലമുറയെ ഓർത്ത് ദൈവസന്നിധിയിൽ നെടുവേർപ്പിടിക്കുന്ന മാതാവേ പിതാവേ, ദൈവസന്നിധിയിൽ തലമുറയെ ഓർത്ത് ഹല്ലേലൂയ വേദനിക്കുന്ന മാതാവേ പിതാവേ, നീ ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറായാൽ, നീ തിരുത്തപ്പെട്ട് വരാൻ തയ്യാറായാൽ, സ്തോത്രം, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, ഒരുപക്ഷെ നിന്റെ തലമുറ നിമിത്തം നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബ നിമിത്തം നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ നിന്ദയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നീ മാനിക്കപ്പെടാൻ പോകുക. ഇത് പകരം എത്ര പേര് വിശ്വസിക്കുന്നു?
ഞാൻ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ എന്റെ ദൈവം എന്നെ മാനിക്കും. ഞാൻ എവിടെ താഴ്ത്തപ്പെട്ടോ അവിടെ എന്റെ ദൈവം എന്നെ ഉയർത്തും. ഞാൻ എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ എന്റെ ദൈവം എന്നെ മാനിക്കും. ഇന്ന് പകൽവേള തിരുത്തപ്പെടട്ടെ. തിരുത്തപ്പെടാൻ ഒരു തീരുമാനമെടുക്കട്ടെ. ദൈവസ്ഥല കരയാൻ തീരുമാനമെടുക്കട്ടെ. ആലയ ശൂന്യമായി കിടക്കുന്നത് കണ്ടിട്ട് കരയാൻ തീരുമാനമെടുക്കട്ടെ. ന്യായപ്രമാണം അല്ലെങ്കിൽ ലംഘിക്കപ്പെടുന്നത് കണ്ടിട്ട് കരയാൻ തീരുമാനമെടുക്കട്ടെ. സ്തോത്രം. തീരുമാനത്തോടെ മടങ്ങി പോകാമോ? ഇന്ന് പകൽവേള ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ തലകളെ വണക്കാം. ദൈവസ്ഥനെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ ഒന്ന് സമർപ്പിക്കട്ടെ. തിരുവചന ഭാഗം നമ്മെ ഒന്ന് സമർപ്പിക്കട്ടെ. കർത്താവേ, ഇന്നു മുതൽ ഞാനൊരു തീരുമാനം എടുക്കുന്നു. സ്ഥിതിഗതികളെ കണ്ടിട്ട് മൗനമായിരിക്കാനല്ല, ദൈവസ്ഥനിൽ കരയാൻ, ദൈവസ്ഥനിൽ കണ്ണീരൊഴുക്കാൻ, മധ്യസ്ഥ അണയ്ക്കാൻ, ഉപവസിപ്പാൻ ഞാൻ സമർപ്പിക്കുന്നു. സ്തോത്രം. ആരിത് പകൽവേള പ്രാർത്ഥിക്കും? ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്യട്ടെ. ദൈവസ്ഥനെ സമർപ്പിക്കട്ടെ. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കും. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ മേശ നമുക്ക് അനുഗ്രഹത്തിൻ്റെ മേശയായി തീരേണ്ടതിന്, കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. മേശയിൽ കൈ നീട്ടുവാൻ തക്കോണം ദൈവം നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കേണ്ടതിന്, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷി പുലർത്തി ഇന്ന് പകൽവേള ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിപ്പാനിടയാകട്ടെ. നമ്മളെ തന്നെ ശോധനയിട്ട് എവിടെങ്കിലും ഒരു വീഴ്ച എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഈ മേശയിലേക്ക് കൈ നീട്ടുവാൻ തക്കോണം എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പകൽവേള അതിനോട് നമുക്ക് ബൈ പറയാം. ദൈവസന്നിധാനത്തിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ മേശയിൽ പങ്കെടുക്കുന്ന നിമിത്തമുണ്ടാകുന്ന അനുഗ്രഹം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം പുലർത്തപ്പെടുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മ ബന്ധം ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയാൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. എന്നാൽ നമ്മെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഷവർമാർ പാട്ടിൻ്റെ ജനങ്ങൾ പാടും. കർത്താവിൻ്റെ മേശയിൽ സൂക്ഷിക്കുന്ന കർത്താസമ ദയവായി മുൻപോട്ട് കടന്നു വരാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ.